ആ വീണമീട്ടിലൊന്നും ഇങ്ങോട്ട് വേണ്ട, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സഭയിൽ മുഹമ്മദ് റിയാസ് വെച്ച ആ കടലാസ് കീറി എറിഞ്ഞിരിക്കുകയാണ് ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ മേഖല ഈ 35 ദിവസം കൊണ്ട് താറുമാറായി എന്നായിരുന്നു റിയാസ് സഭയിൽ ആരോപിച്ചത്. എന്നാൽ ഈ ഒറ്റ മാസം കൊണ്ടല്ല, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് താറുമാറാണ് എന്ന സത്യം മുന്നിലിറക്കിക്കൊണ്ടായിരുന്നു മുരളീധരൻ തിരിച്ചടിച്ചത്. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സാഹചര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തെ മുഹമ്മദ് റിയാസ് ആയിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യവും സംസ്ഥാനത്തില്ല എന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിക്കുക കൂടി ചെയ്തു. ആരോഗ്യരംഗത്തെ കേരള മോഡൽ തകർന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ പൊള്ളയായ വാദങ്ങളെ മന്ത്രി സഭയിൽ പൂർണ്ണമായിട്ടും പൊളിച്ചടക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മന്ത്രിയുടെ പഴയകാല പ്രസ്താവനകൾ വ്യക്തിപരമായി ആയുധമാക്കി കടന്നാക്രമിക്കാൻ ശ്രമിച്ച മുഹമ്മദ് റിയാസിന് തക്കതായ മറുപടിയാണ് മുരളീധരൻ സഭയിൽ നൽകിയത്. വികസന കാര്യങ്ങളിലും ജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലും രാഷ്ട്രീയം കലർത്തുന്നത് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം ശൈലിയാണെന്ന് മന്ത്രി തുറന്നടിച്ചു. മന്ത്രിയുടെ ഓഫീസിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു കെ മുരളീധരന്റെ മറുപടി. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അതിനുള്ള തെളിവുകൾ കൂടി ഹാജരാക്കാനുള്ള ബാധ്യതയുണ്ട്. പുകമറ സൃഷ്ടിച്ച സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ നോക്കുന്ന പ്രതിപക്ഷത്തെ തന്ത്രങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിലപ്പോകില്ല എന്ന് മന്ത്രിസഭയിൽ ആഞ്ഞടിച്ചു. മന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ഭയക്കേണ്ടത് ജനങ്ങളല്ല, മറിച്ച് അഴിമതി നടത്തുവാൻ വഴിതേടി നടക്കുന്ന പ്രതിപക്ഷത്തെ ആൾക്കാരാണ് എന്ന കനത്ത മറുപടിയായിരുന്നു മന്ത്രി നൽകിയത്. സഭയിൽ ഇരുവരും തമ്മിൽ നടത്തിയ വാക്പോരിന്റെ ദൃശ്യങ്ങൾ കാണാം. വേഗത്തിൽ നടപ്പിലാക്കണം സാർ. ലഭ്യമായ കലണ്ടർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഇടപെടലുകൾ നടക്കണം സാർ. ഉദ്യോഗസ്ഥരെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിച്ചാൽ പോരാ, ജനപങ്കാളിത്തം അനിവാര്യമാണ് സാർ. നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ പോലും പ്രത്യേക ടീമുകളെ വെക്കാത്തത് ഗൗരവമായി പരിശോധിക്കണം സാർ. ട്രാൻസ്ഫറുകൾ ചട്ടപ്രകാരമാകണം സാർ. മെറിറ്റ് പാലിക്കപ്പെടണം സാർ. ഗൗരവമായി അതിനെ കാണണം സാർ. രോഗബാധിത പ്രദേശങ്ങളിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കാത്തത് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സാർ. ആവശ്യമായ മരുന്നുകളും പ്രതിരോധ സാമഗ്രികളും മുൻകൂട്ടി ശേഖരിക്കണം സാർ. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനത്തിന്റെ അഭാവം പ്രകടമായത് മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം സാർ. ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർക്കായി ഫലപ്രദമായ കോർഡിനേഷൻ ഉണ്ടാകണം സാർ. ഒരു കാര്യം കൂടി പറയാം സാർ. ഇവിടെ ട്രഷറി ബെഞ്ചിൽ 101 ആളുണ്ട് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിൽ 35 101-നേക്കാൾ നിയമസഭയിൽ വലുതാണെന്ന് തെളിയിക്കുന്ന നാളുകളാണ് ഇനി സഭയിൽ വരാൻ വേണ്ടി പോകുന്നത് സാർ. അതുകൊണ്ട് ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഇത് ഗൗരവമേറിയ വിഷയമായി കണ്ടുകൊണ്ട് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിൽ ഈ സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് സാർ. ബഹുമാനപ്പെട്ട മന്ത്രി സാർ, ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലും ആയിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിപ ആണ് ഇവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സാർ, നിപ ബാധിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എത്ര പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാർ? ഈ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ആ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. ഇതുവരെ ഒരാൾക്ക് മാത്രമാണ് സാർ പോസിറ്റീവായത്. സമ്പർക്ക പട്ടിക ഞങ്ങൾ തയ്യാറാക്കി, 104 പേരുടെ സമ്പർക്ക പട്ടിക. സാർ, ഈ രോഗിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഇവിടെ ആദ്യം ശ്രീ റിയാസ് പറഞ്ഞു, മന്ത്രി ഒന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥർ വേറെ പറഞ്ഞു. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയതറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമുണ്ടായിട്ടില്ല സാർ. ഈ നിപ രോഗിക്ക് ആദ്യ ദിവസം തന്നെ, കഴിഞ്ഞ 10-ാം തീയതിയാണ് രോഗി അഡ്മിറ്റാക്കുന്നത്. ആദ്യ ദിവസം തന്നെ ചികിത്സാ മരുന്നുകളായ മോണോക്ലോണൽ ആൻറ്റിബോഡി, അതും റിബ വീറിനും, ഈ 2 മരുന്നുകൾ അന്ന് തന്നെ കൊടുത്തു. പിന്നെയുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല.
സാർ 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം സത്യത്തിൽ ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 24 മണിക്കൂർ പോലും ആ രോഗി സർവൈവ് ചെയ്യില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. ഏതായാലും ഇതുവരെയായിട്ട് കുഴപ്പം കൂടാതെ അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. പക്ഷേ സ്ഥിതി ഗുരുതരമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വരുന്ന ആ സന്ദർഭത്തിനേക്കാൾ സ്ഥിതി കുറച്ചുകൂടെ ഭേദപ്പെട്ടിട്ടുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. പക്ഷേ എന്ന് വിചാരിച്ച് അത് സീരിയസ് അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു വ്യക്തിയിൽ മാത്രം ആ രോഗം ഒതുങ്ങി നിന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരിശോധന നടത്തി. എല്ലാവരും ഏതാണ്ട് 69ഓളം ടെസ്റ്റ് നടത്തിയത് എല്ലാം നെഗറ്റീവാണ് സാർ. പിന്നെ എങ്ങനെയാണ് സാർ നിപ പടരുന്നതെന്ന് പറയുന്നത്? പിന്നെ മറ്റ് ബഹുമാനപ്പെട്ട പ്രമേയ അവതാരം പറഞ്ഞു ഒരു സത്യം അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ശരിയാണ് സാർ. സാധാരണ അങ്ങക്ക് അറിയാലോ, ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്. ഫെബ്രുവരിയിൽ ആരാ? ഞാനായിരുന്നു മന്ത്രി. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രഖ്യാപിച്ച ഡ്രൈഡേ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രസംഗം കാരണമാണ് ഒക്കെ എഴുതി വായിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ചില ഉദ്യോഗസ്ഥന്മാരില്ല. സാർ ഞാൻ ചോദിക്കട്ടെ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല, സമ്മതിച്ചു. 5 ജില്ലകളിൽ ഇപ്പോൾ DMOമാരില്ലെങ്കിലും ചാർജുള്ളവരുണ്ട്. എന്നുതൊട്ടാണ് ആ പോസ്റ്റ് ഒഴിവായത്? കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, ഇടുക്കി, മലപ്പുറം ജില്ലകളിലൊക്കെ ചാർജ് ഓഫീസർമാർ ഞങ്ങളെ വന്നിട്ടാണ് സാർ കൊടുത്തത്.